യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്കിലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. എത്ര നാൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നതിലല്ല, എങ്ങനെ ജീവിച്ചു എന്നതാണ് പ്രാധാന്യം. അതുപോലെ എത്ര പ്രസംഗങ്ങൾ നടത്തി എന്നതല്ല, മനുഷ്യ മനസ്സിനെ എക്കാലവും മാറ്റിമറിക്കാൻ കഴിയുന്നതായ ഒരു പ്രസംഗം മാത്രം മതി എക്കാലവും എല്ലാവരും ഓർക്കേണ്ടതിന്. അപ്പോസ്തല പ്രവർത്തികൾ 7-ാം അധ്യായം 1 മുതൽ 53 വരെ വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവർത്തനങ്ങളിലെ ഏറ്റവും ദീർഘമായ ഒരു പ്രസംഗം നമുക്ക് കാണാം. പ്രസംഗിച്ചത് മറ്റാരുമല്ല, സ്തേഫാനോസ്. സ്തേഫാനോസിന്റെ 3 കുറ്റങ്ങൾ ആരോപിച്ച് ന്യായാധിപ സംഘം അറസ്റ്റ് ചെയ്തു. 6-ാം അധ്യായം 13-ാം വാക്യത്തിൽ അത് കാണാം. ഒന്നാമത്തെ കുറ്റം ദൈവത്തിനെതിരെ പ്രസംഗിച്ചു. രണ്ടാമത്തേത് ദേവാലയത്തിനെതിരെ പ്രസംഗിച്ചു. മൂന്നാമത്തെ കുറ്റം മോശയുടെ ന്യായപ്രമാണത്തിനെതിരെ പ്രസംഗിച്ചു. ചോദ്യം ചെയ്യുന്ന വേളയിൽ പ്രതിവാദിക്കാൻ കിട്ടിയ അവസരം സ്തേഫാനോസ് നന്നായി പ്രയോജനപ്പെടുത്തി. 53 വാക്യങ്ങളുള്ള ഒരു വലിയ പ്രസംഗം തന്നെ അവിടെ അദ്ദേഹം നടത്തി. ആ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് ഇങ്ങനെ തിരിക്കാം. 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ദൈവവും അബ്രഹവുമായുള്ള ബന്ധത്തെ കാണിക്കുന്നു. 9 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ദൈവവും യോസഫുമായുള്ള ബന്ധത്തെപ്പറ്റി പറയുന്നു. 20 മുതൽ 44 വരെ ദൈവവും മോശയുമായുള്ള ബന്ധത്തെപ്പറ്റി പറയുന്നു. 45 മുതൽ 47 വരെ ദൈവവും ദാവീദുമായുള്ള ബന്ധത്തെപ്പറ്റി പറയുന്നു. അബ്രഹാമിനെ ദൈവം വിളിച്ചത് മുതൽ ഓരോ കാലത്ത് ഓരോ രക്ഷകരെ ദൈവം എഴുന്നേൽപ്പിച്ചു. യോസഫ്, മോശ തുടങ്ങിയവർ. എങ്കിലും ഇസ്രായേൽ ജനത സർവശക്തനായ ദൈവത്തെ വിട്ട് വിഗ്രഹങ്ങളെ സേവിച്ചു. പ്രവാചകന്മാരെയൊക്കെയും അവർ കൊന്നുകളയുകയും ചെയ്തു. സമാഗമന കൂടാരവും തുടർന്ന് ശലോമോന്റെ ദേവാലയം പണിയപ്പെട്ടു. എങ്കിലും ദൈവം കൈപ്പണിയായതിൽ വസിക്കുന്നവനല്ല എന്ന് സ്തേഫാനോസ് പറഞ്ഞു. കാരണം അബ്രഹാമിന്റെ ദൈവം വിളിച്ചത് അവൻ പാലസ്തീനിൽ ജീവിച്ചത് കൊണ്ടല്ല, ദേവാലയത്തിൽ ആരാധിച്ചത് കൊണ്ടും അല്ല, മറിച്ച് ദൈവം താൻ ചെയ്ത ഉടമ്പടിയുടെ വിശ്വസ്തത കൊണ്ടാണ് അബ്രഹാമിനെയും പൂർവ്വപിതാക്കന്മാരെയും ദൈവം അനുഗ്രഹിച്ചതും. ചരിത്രം നോക്കുമ്പോൾ അനേക സമയങ്ങളിൽ ദേവാലയത്തിൽ ഇസ്രായേൽ മക്കൾ ആരാധിച്ചിരുന്നില്ല എന്ന് നമുക്ക് കാണാം. പ്രവാസ കാലയളവിൽ ദേവാലയത്തിൽ ആരാധനയും യാഗങ്ങളും ഒന്നും തന്നെ ഇല്ലായിരുന്നു. പ്രവാസത്തിലിരുന്നപ്പോഴും ജനത്തിന് ആരാധനയും ഇല്ലാതെയായിരുന്നു അവർ കൂടിയിരുന്നത്. പിന്നീട് ആരാധനാലയം പുനർനിർമ്മിച്ചപ്പോഴും ആരാധനയും യാഗവും പുനഃസ്ഥാപിച്ചപ്പോഴും ദൈവവുമായുള്ള ഒരു തികഞ്ഞ ഭക്തി അവർക്ക് ഇല്ലായിരുന്നു. ദൈവത്തോടവർ മത്സരിക്കുകയും അനുസരണക്കേട് കാണിക്കുകയും ചെയ്യുന്ന സമയത്തും ദൈവം അവരെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും കരുതുകയും ചെയ്തു. അതിനർത്ഥം ദേവാലയത്തിനല്ല പ്രാധാന്യം, ദൈവവും ജനവുമായുള്ള ബന്ധത്തിലാണ് കാര്യം. ഹൃദയത്തിൽ നിന്നുള്ള ആരാധനയാണ് ദേവാലയത്തിൽ നിന്നുള്ള ആരാധനയേക്കാൾ പ്രാധാന്യമുള്ളത്. ദൈവത്തെയും ദൈവഹിതത്തെയും ദൈവിക പദ്ധതികളെയും ഇസ്രായേൽ ജനം നിരസിച്ചു എന്നതിൻ്റെ തെളിവാണ് അവർ നടത്തിയ കൊലപാതകങ്ങൾ. അവസാനമായി നടത്തിയത് സ്നാപയോഹന്നാന്റെ തലവെട്ടലും യേശുവിൻ്റെ ക്രൂശുമരണവുമാണ്. ഈ വക കാര്യങ്ങളെല്ലാം തൻ്റെ പ്രസംഗത്തിലൂടെ കൃത്യമായും വ്യക്തമായും സ്തേഫാനോസ് ന്യായാധിപ സംഘത്തോട് പറയുകയാണ് ചെയ്യുന്നത്. മോശയ്ക്കെതിരെ താൻ സംസാരിച്ചു എന്ന ആരോപണത്തിനെതിരായും സ്തേഫാനോസ് സംസാരിച്ചു. ഇസ്രായേൽ ജനത, പിതാക്കന്മാർ ഇവരൊക്കെയും മോശയും പ്രമാണങ്ങളെയും അനുസരിക്കാതിരുന്നു എന്നത് ചരിത്രം പറഞ്ഞ് അദ്ദേഹം തെളിയിച്ചു കൊടുത്തു. ഈ ന്യായാധിപ സംഘത്തിന് തന്നെ കൊല്ലാൻ അധികാരമുണ്ട് എന്നറിഞ്ഞിട്ടും അവരോട് അദ്ദേഹം ധൈര്യപൂർവ്വം സംസാരിച്ചു. അവർ ശാഠ്യമുള്ളവരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്തവരുമാണെന്ന് തുറന്നടിക്കുന്നു. തങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ പോലെ പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നവരാണ് സംഘവും കൂട്ടരെന്നും അദ്ദേഹം പറഞ്ഞു. 52-ാം വാക്യത്തിൽ പറയുന്നു, വരുവാനുള്ള പ്രവാചകനെക്കുറിച്ച്, അതായത് യേശുവിനെ കുറിച്ച് പ്രവചിച്ച എല്ലാ പ്രവാചകന്മാരെയും പൂർവികന്മാർ കൊന്നു എന്ന്. യേശു എന്ന മശിഹ വന്നപ്പോഴാകട്ടെ അവർ യേശുവിനെയും കൊന്നു. ന്യായപ്രമാണം കിട്ടിയിട്ടും അതവർ പ്രമാണിച്ചില്ല. ഇങ്ങനെ പ്രസംഗിച്ച സ്തേഫാനോസ് ഒരുപക്ഷെ ഇത് തൻ്റെ അവസാനത്തെ പ്രസംഗം തന്നെ എന്ന് കരുതി തന്നെയായിരിക്കും തുറന്നടിച്ച് ഇതൊക്കെ പറഞ്ഞത്. എന്നാൽ അവരത് കേൾക്കാൻ തയ്യാറായില്ല. പ്രിയ ദൈവപൈതലേ, മാനസാന്തരത്തിന്റെ പ്രസംഗം കേൾക്കാൻ ആർക്കും ഇന്നും താല്പര്യമില്ല. അത് കേൾക്കുമ്പോൾ കോപം വരുന്നു. അതിനാൽ തന്നെ ജനത്തിന് കർണരസമാകുമാറ് ഇന്ന് അനേകർ തങ്ങളുടെ പ്രസംഗത്തെ മാറ്റുന്നു. യേശുവിലൂടെ ലഭിക്കുന്ന നന്മകൾ പറയുന്നു. എന്നാൽ ക്രൂശിലൂടെ യേശു നേടിത്തന്ന വലിയ നന്മ നമ്മുടെ വീണ്ടെടുപ്പാണ്.
ക്രൂശീകരണമോ രക്ഷയോ ക്രിസ്തുവിന്റെ രണ്ടാം വരവോ ഇന്ന് കേൾക്കാൻ ജനം തയ്യാറല്ല. തെറ്റു ചൂണ്ടിക്കാണിക്കുന്നവരെ എല്ലാവർക്കും ഇഷ്ടവുമല്ല. ഇന്നും ഇതുപോലെ പ്രസംഗിക്കുന്നവരെ ജനം മാറ്റി നിർത്തുന്നു. അന്ന് സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലാൻ പദ്ധതിയിട്ടെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കൂടി നാണം കെടുത്തി കൊല്ലുന്നു. സ്തേഫാനോസിനെ പോലെ നിറവ് പ്രാപിച്ചവർ ഇന്നും സഭകളിൽ എഴുന്നേൽക്കണം. വചനത്തിന്റെ ജ്ഞാനം നിറഞ്ഞവർ പ്രസംഗിക്കണം. ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയിൽ വിശ്വസ്തരായി തീരണം. വളരെ ചുരുങ്ങിയ കാലമേ വേല ചെയ്തുള്ളൂ എങ്കിലും സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയാകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ആത്മനിറവിൽ ന്യായാധിപ സംഘത്തോട് നടത്തിയ ഒറ്റ പ്രസംഗം മതി ഇന്നും യഹൂദന്മാരെയും യാദികളെയും മാനസാന്തരത്തിലേക്ക് നയിക്കാൻ. സ്തേഫാനോസിനെ പോലെയുള്ള ദൈവവേലക്കാർ ധൈര്യത്തോടെ പ്രാഗൽഭ്യത്തോടെ മുഖം നോക്കാതെ പ്രസംഗിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.